ഹലോ ഗായ്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ ദുബായ് വന്നിട്ട് ആദ്യത്തെ വീഡിയോ ആണ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകണം. ഒരു ഐഡിയ ഇല്ല, എങ്ങനെ പോകണം, എവിടെ നിന്ന് കഴിക്കണം, ഏതാണ് നല്ല റെസ്റ്റോറൻറ്റ് ഒന്നും അറിയില്ല. പക്ഷേ ഒരു ഉപകാരമുള്ളത്, എവിടെ ചെന്നാലും മലയാളികളുണ്ട്, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി പോവാം. അപ്പം ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മലയാളിനെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു, ഇവിടെ അടുത്തൊരു പാരീസ് ഹോട്ടലുണ്ട്, നല്ല ഹോട്ടലാണ്, റേറ്റൊക്കെ ഏകദേശം നോർമലാണ്, അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ ഞങ്ങൾ വന്ന് ഒരു ക്ഷീണമൊക്കെ മാറി ഒരു ഉച്ചയ്ക്ക് ആയി എണീക്കുമ്പോൾ. അപ്പോൾ ബ്രഞ്ചാണ്, ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൂടി ഒരുമിച്ച് കഴിക്കാമെന്നുള്ളൊരു ഐഡിയയിലാണ് പോണത്. അവിടെ പോയപ്പോൾ നല്ല ഒരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. റേറ്റൊക്കെ നോർമലായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ട്, നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല. നാട്ടിൽ കിട്ടുന്നതും നാട്ടിൽ കാണാത്തതും എല്ലാ ഐറ്റംസ് ഉണ്ട്. കപ്പയും കൊള്ളിയും എല്ലാ കറിയും എല്ലാ തരം ഐറ്റംസും ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ റേറ്റല്ല, എന്നാൽ ഇവിടെ കിട്ടുന്ന റേറ്റിലൊരു നോർമൽ റേറ്റിൽ നല്ല ചോറും മീൻ കറിയും പരിപ്പ് കറിയും പിന്നെ കൈപ്പയ്ക്ക തീയൽ, കോവയ്ക്കുപ്പി, മെഴുക്ക് വരട്ടി, ചമ്മന്തി, പപ്പടം ഒക്കെ ആയിട്ട് ഒരു നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീലിൽ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റിൽ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു ബിരിയാണിയും കൂടിയും പറഞ്ഞു. ഇവിടുത്തെ ബിരിയാണി ഉണ്ടെന്ന് ട്രൈ ചെയ്യണമല്ലോ. ബിരിയാണി ഓക്കെയാണ്, നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് ഒന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒരു ഓക്കെ ആയിട്ടുള്ളൊരു ബിരിയാണി. നമുക്ക് അറിയണമല്ലോ ഇവിടുത്തെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ്. ഒരു ഓക്കെ ആയിട്ടൊരു നോർമൽ ബിരിയാണി. പിന്നെ പറഞ്ഞല്ലേ കുറേ തരം ഐറ്റംസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാണാത്ത കപ്പ കൊണ്ടുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ. അതെല്ലാ ഹോട്ടലിലും അങ്ങനെ തന്നെ കേട്ടോ, നിറയെ വെറൈറ്റീസ് കിട്ടും അവിടെ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ മെട്രോ കയറി. അപ്പോൾ ദുബായ് വരുമ്പോൾ എല്ലാവരും മെട്രോ കാർഡ് എടുത്ത് വയ്ക്കാം. എങ്ങോട്ട് പോകാനായാലും വരാനായാലും എളുപ്പം മെട്രോ ആണ്. അപ്പോൾ എല്ലാവരും മെട്രോ കാർഡ് ആദ്യം തന്നെ എടുക്കുക. ആദ്യം പോകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പിന്നെ അത് ഓക്കെ ആവും. വളരെ എളുപ്പമാണ് മെട്രോക്ക് പോകാനും വരാനും ഒക്കെ. അപ്പോൾ ഞങ്ങൾ ദുബായ് മാളിൻ്റെ അവിടെ ഇറങ്ങി ചെറിയ ബുർജ് ഖലീഫിൻ്റെ താഴെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും അവിടുന്ന് തിരിച്ച് ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലേക്ക് മെട്രോ കയറി. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അബദ്ധമൊക്കെ പറ്റി. ഞങ്ങൾ എക്സ്പോ 2020 മെട്രോയിലാണ് കയറാൻ പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ എക്സ്പോ 2020 സ്റ്റോപ്പാണെന്ന് വിചാരിച്ച് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഞങ്ങൾ വീണ്ടും കയറി. അപ്പോൾ ഞങ്ങളുടെ കസിൻ്റെ വീട് വരുന്നത് ദ ഗാർഡനാണ്. അവിടെ ദുബായ് സിറ്റി പോലെയല്ല, ഒരു അവിടെ നിന്നൊക്കെ മാറി വേറൊരു, അവിടെ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു ബിൽഡിങ്. ദ ഗാർഡൻ എത്തുമ്പോൾ നമുക്ക് പച്ചപ്പും മരങ്ങളും ആ ബിൽഡിങ്സും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ദുബായ് തന്നെയാണ് നമുക്ക് തോന്നിപ്പോവും, അത്രയും ഒരു വ്യത്യാസം. ദുബായിൽ നിന്ന് അധികം ദൂരമല്ല ഇങ്ങോട്ട്, എന്നാലും അവിടെ ചെല്ലുമ്പോൾ വേറൊരു കാഴ്ചകളും അനുഭവങ്ങളായിരുന്നു. ഞങ്ങളവിടെ കസിൻസിനൊക്കെ കണ്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി.